ഹലോ നമസ്കാരം. സൗദി പോലീസ് ക്ലിയറൻസിന് എങ്ങനെ അപ്ലൈ ചെയ്യാം? പോലീസ് ക്ലിയറൻസ് നമ്മൾ സൗദിയിൽ ഇല്ലാത്ത സമയത്ത് നമ്മൾ നേരത്തെ സൗദിയിൽ വർക്ക് ചെയ്ത ആളാണ്. പക്ഷേ ഇപ്പം ഓസ്ട്രേലിയയിലോ യുഎസിലോ യു കെയിലോ എവിടെയെങ്കിലും ആണ് PR-ൻ്റെ പർപ്പസിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർപ്പസിന് നമുക്ക് സൗദി പോലീസ് ക്ലിയറൻസ് വേണം പുതിയത്. ഓക്കെ, ഇതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 1 മാസമാണ് വാലിഡിറ്റി വരുന്നത്. അന്നേരം നമ്മൾ സൗദിയിൽ ഇല്ലാത്ത സമയത്ത് നമ്മുടെ ആബ്സെൻസിൽ നമുക്ക് എങ്ങനെ ഒരു സൗദി പോലീസ് ക്ലിയറൻസ് ഒപ്പിക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒന്നാമതായിട്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് അതിന് വേണ്ടത്? ഒന്ന്, നമ്മുടെ കറണ്ട് ആയിട്ടുള്ള പാസ്പോർട്ടിൻ്റെ കോപ്പി വേണം. 2, പഴയ ഇക്കാമ, നമ്മളിവിടെ സൗദിയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഇക്കാമ വേണം. പഴയ പാസ്പോർട്ട് കോപ്പി നമ്മൾ സൗദിയിൽ ഉണ്ടായിരുന്ന സമയത്തുള്ളത്. പിന്നെ വേണ്ടത് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്, 3.5 സെൻറ്റിമീറ്റർ ഇൻറ്റു 4 സെൻറ്റിമീറ്ററിൻ്റെത്. പിന്നെ ഒരു ഓതറൈസേഷൻ ലെറ്റർ വേണം. കാരണം നമ്മുടെ ആബ്സെൻസിൽ ഈ സൗദി പോലീസ് ക്ലിയറൻസ് കുറേ സ്ഥലങ്ങളിൽ പോയിട്ട് അറേഞ്ച് ചെയ്യാനുണ്ട്. അന്നേരം നമ്മുടെ ആബ്സെൻസിൽ നമ്മുടെ റിലേറ്റീവിനെയോ ഫ്രണ്ട്സിനെയോ ആരെങ്കിലും ഒരാളെ ഓതറൈസ് ചെയ്യണം. അന്നേരം അതിൻ്റെ ഒരു ഓതറൈസേഷൻ ലെറ്റർ വേണം. പിന്നെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഫോർ മിസെല്ലിനിയസ് സർവീസിൻ്റെ ഒരു ഫോമുണ്ട്. അത് നമ്മുടെ ഇന്ത്യൻ VFSC പോയാൽ അവർ തരും. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ താഴെ ഒരു ലിങ്ക് കൊടുക്കാം. ആ ലിങ്കിനകത്ത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, ഇനി പ്രോസസ്സ് എങ്ങനെയാണെന്ന് പറയാം. ഒന്നാമതായിട്ട് ആപ്ലിക്കേഷൻ ഫോർ മിസെല്ലിനിയസ് സർവീസിൻ്റെ ഫോം നമ്മൾ ഫില്ല് ചെയ്യണം. ഇങ്ങനത്തെ ഒരു ഫോമാണിത്. ഓക്കെ, ഇവിടെ നമ്മൾ ആരെയാണോ ഓതറൈസ് ചെയ്യുന്നത് അവരോട് പറഞ്ഞിട്ട് നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അയച്ചു കൊടുക്കുക. അവർ പ്രിൻ്റ് എടുത്തിട്ട് ക്ലിയർ കോപ്പി 3.5 സെൻറ്റിമീറ്റർ ഇൻറ്റു 4 സെൻറ്റിമീറ്ററിൻ്റെ ഫോട്ടോ ഇവിടെ ഒട്ടിക്കുക. പിന്നെ NOC എൻഡോസ്മെൻറ്റ് ലെറ്റർ ഫോർ സൗദി PCC ഇവിടെ ടിക്ക് ചെയ്യുക. ഫുൾ നെയിം, നമ്മുടെ പാസ്പോർട്ടിൽ എങ്ങനെയാണോ ഫുൾ നെയിം മെൻഷൻ ചെയ്തേക്കുന്നത് ആ ഫുൾ നെയിം കറക്റ്റായിട്ട് ചെയ്യുക. ഫാദേഴ്സ് നെയിം കൊടുക്കുക, അമ്മയുടെ പേര് കൊടുക്കുക, സ്പൗസിൻ്റെ പേര് കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ് ബർത്ത്, പാസ്പോർട്ടിൽ എന്താണോ ഡീറ്റെയിൽസ് ആ സെയിം ഡീറ്റെയിൽസ് ആയിരിക്കണം ഇവിടെ കൊടുക്കുക. അഡ്രസ്സ് ഇൻ ഇന്ത്യ, അഡ്രസ്സ് ഇൻ KSA നമ്മൾ ഇവിടെ ഉണ്ടായിരുന്ന സമയത്തുള്ളത്. പിന്നെ വേണ്ടത് ഡീറ്റെയിൽസ് ഓഫ് കറണ്ട് പാസ്പോർട്ടാണ്. കറണ്ട് പാസ്പോർട്ട് ഇപ്പം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പാസ്പോർട്ടിൻ്റെ നമ്പർ, ഡേറ്റ് ഓഫ് ഇഷ്യൂ, പ്ലേസ് ഓഫ് ഇഷ്യൂ, വാലിഡ് എന്ന് വരെയാണ് വാലിഡ് എന്നുള്ളത് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യുക. പ്ലേസ് നമ്മളിപ്പോൾ ഓസ്ട്രേലിയയാണെങ്കിൽ ഓസ്ട്രേലിയ, ഏത് ഡേറ്റ് ആണോ ആ ഡേറ്റ് മെൻഷൻ ചെയ്യുക. സൈൻ ചെയ്തിട്ട് സ്കാൻ ചെയ്ത് നമ്മൾ ആരെയാണോ ഓതറൈസ് ചെയ്യുന്നത് അയാൾക്ക് അയച്ചു കൊടുക്കുക. അയാൾക്ക് അയച്ചു കൊടുക്കേണ്ടത് എന്തൊക്കെയാണ്? ഈ ആപ്ലിക്കേഷൻ ഫോർ മിസെല്ലിനിയസ്, നമ്മുടെ കറണ്ട് പാസ്പോർട്ട്, പഴയ ഇക്കാമ, പഴയ പാസ്പോർട്ട്, ഈ ഫോട്ടോയുടെ കോപ്പി അയച്ചു കൊടുക്കുക. ഇനി ഓതറൈസേഷൻ ലെറ്ററും വേണം. ഓതറൈസേഷൻ ലെറ്ററിൻ്റെ ഒരു ഫോമാറ്റ് തരാം. ഒരു ഓതറൈസേഷൻ ലെറ്റർ എന്ന് പറഞ്ഞിട്ട് ടൈറ്റിൽ കൊടുക്കുക. ഡേറ്റ് എപ്പോഴാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ആ ഡേറ്റ് കൊടുക്കുക. ഫ്രം നമ്മുടെ പേരാണ്, നമ്മുടെ പേര്, അഡ്രസ്സ് കൊടുക്കുക. ടു എംബസി ഓഫ് ഇന്ത്യ. അന്നേരം ഇന്ത്യയിൽ സൗദിയിൽ പല സ്ഥലങ്ങളിലുണ്ട്. റിയാദിൽ, കൂബാറിൽ, ഈസ്റ്റേൺ പ്രോവിൻസിൽ, ജദ്ദയിൽ, അങ്ങനെ പല സ്ഥലങ്ങളിൽ VFS ഉണ്ട്. അത് എവിടെയാണോ നമ്മൾക്ക് അപ്ലൈ ചെയ്യുന്നത് ആ VFSൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. സബ്ജക്റ്റ് ഓതറൈസേഷൻ ലെറ്റർ ഫോർ ഒബ്റ്റെയിൻ മൈ സൗദി അറേബ്യൻ PCC. റെസ്പെക്റ്റഡ് സാർ, മാഡം, I am, നമ്മുടെ പേര് കൊടുക്കുക. ആൻ ഇന്ത്യൻ സിറ്റിസൺ ആൻഡ് മൈ പാസ്പോർട്ട് നമ്പർ ഇസ്, നമ്മുടെ പാസ്പോർട്ട് നമ്പർ കൊടുക്കുക. റിക്വസ്റ്റ് ടു ഇഷ്യൂ PCC. കറൻ്റ്ലി ഐ എം റിസൈഡിങ് ഇൻ ഓസ്ട്രേലിയ, മെൽബൺ. നമ്മളിപ്പോൾ എവിടെയാണോ താമസിക്കുന്നത് ആ രാജ്യത്തിൻ്റെ പേരും സ്ഥലത്തിൻ്റെ പേരും കൊടുക്കുക. ഓക്കെ, അഡ്രസ്സ് ഇവിടെ നമ്മൾ ഓൾറെഡി ഫ്രമിനകത്ത് കൊടുത്തിട്ടുണ്ട്. അന്നേരം ഹിയർ ബൈ ഐ ഓതറൈസ്, ആരെയാണോ നമ്മൾ ഓതറൈസ് ചെയ്യുന്നത് അവരുടെ പേര് മെൻഷൻ ചെയ്യുക. ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡർ ആണോ, ആരെയാണോ നമ്മൾ ചെയ്യുന്നത് അവരുടെ രാജ്യവും പാസ്പോർട്ട് ഹോൾഡർ, പാസ്പോർട്ടിൻ്റെ നമ്പർ കൊടുക്കുക. ഹിസ് സൗദി അറേബ്യൻ റെസിഡൻറ്റ് വിസ ഇക്കാമ നമ്പർ ഇസ്, ആ ഓതറൈസേഷൻ ചെയ്യുന്ന ആളുടെ ഇക്കാമ നമ്പർ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുക്കുക. ടു ഒബ്റ്റെയിൻ പോലീസ് ക്ലിയറൻസ് ഇൻ ദ കിങ്ഡം ഓഫ് സൗദി അറേബ്യ ഓൺ മൈ ബിഹാഫ്. The Saudi Arabian PCC is required by the Australian government for my 485 skilled worker visa. അന്നേരം നമുക്ക് എന്തിനാണ് അപ്ലൈ ചെയ്യുന്നത് അതിൻ്റെ ഒരു റീസൺ മെൻഷൻ ചെയ്യുക. ഇപ്പം ഇയാൾക്ക് 485 വിസയ്ക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ റീസൺ വേറെ എന്താണോ റീസൺ, ആ റീസൺ ഇവിടെ മെൻഷൻ ചെയ്യാം. Okay, humbly I request concerned department to endorse and issue the required PCC document to the authorized nominee. Your faithful, നമ്മുടെ പേര് മെൻഷൻ ചെയ്യുക, ഡേറ്റ് മെൻഷൻ ചെയ്യുക, സൈൻ ചെയ്യുക. സൈൻ ചെയ്ത് പ്രിൻ്റ് ചെയ്തിട്ട് നമ്മൾ ഓതറൈസ് ചെയ്യുന്ന ആൾക്ക് സ്കാൻ ചെയ്ത് അയച്ചു കൊടുക്കുക. ഇങ്ങനെ തന്നെ വേണമെന്നില്ല, ഞാൻ ജസ്റ്റ് ഒരു ഫോർമാറ്റ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അന്നേരം നമ്മുടെ കറണ്ട് പാസ്പോർട്ട് കോപ്പി, പഴയ ഇക്കാമ, ഓൾഡ് പാസ്പോർട്ട് കോപ്പി, പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കുക, ഓതറൈസേഷൻ ലെറ്റർ, മിസെല്ലിനിയസ് ഫോം, ഇത് ഇത്രയും നമ്മൾ ചെയ്തതിന് ശേഷം
ഇനി ഉള്ള പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഈ മിസ്സെലേനിയസ് ഫോമും ഈ ഡോക്യുമെൻസും എല്ലാം ആയിട്ട് നമ്മുടെ അടുത്തുള്ള VFS ഇന്ത്യൻ എംബസിയിൽ പോവുക. അവിടെ ഈ ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്യുക. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് അപ്പോയിൻമെൻ്റ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. പോലീസ് ക്ലിയറൻസിനാണെന്ന് പറഞ്ഞിട്ട് ഡോക്യുമെൻ്റ് കൊടുക്കുമ്പോൾ നമുക്കൊരു നമ്പർ കിട്ടും. സെപ്റ്റംബർ വരെയും അങ്ങനെയായിരുന്നു. ലാസ്റ്റ് ടൈം ഞാൻ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്. അതും ഈ അപ്പോയിൻമെൻറ്റിൻ്റെ ആവശ്യം വന്നിട്ടില്ലായിരുന്നു. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഫീസ് എന്ന് പറയുന്നത് നമുക്ക് ആദ്യം സെക്യൂർ ചെയ്യേണ്ടത് നോ ഒബ്ജെക്ഷൻ ലെറ്റർ ആണ്. ഈ ആപ്ലിക്കേഷൻ ഓഫ് മിസ്സെലേനിയസ് ഫോം ഇത്രയും ഡോക്യുമെൻസും കൊടുക്കുമ്പം നമുക്ക് ഇന്ത്യൻ VFS നിന്ന് കിട്ടുന്നത് നോ ഒബ്ജെക്ഷൻ ലെറ്റർ ആണ്. PCC എടുക്കാൻ വേണ്ടിയിട്ടുള്ള നോ ഒബ്ജെക്ഷൻ ലെറ്റർ. അതിൻ്റെ ഫീസ് എന്ന് പറയുന്നത് 92 റിയാലാണ്. പക്ഷേ കൊറിയർ ഫീസും മെസ്സേജ് നോട്ടിഫിക്കേഷനും ഒക്കെ ആയിട്ട് 162 റിയാലാണ് ഞാൻ പേ ചെയ്തത്. ഓക്കെ. ഏകദേശം 162 റിയാൽ വരും. ചാർജ് 92 ഉള്ളൂ. ബട്ട് ബാക്കി ചാർജസ് എല്ലാം കൂടി ചേർത്തിട്ട് അതിൻ്റെ റെസിപ്റ്റ് വാങ്ങിക്കുക. നമ്മുടെ ഓതറൈസ് ചെയ്യുന്ന ആൾ അയാളുടെ നമ്പർ കൊടുക്കുക. അന്നേരം ആ നമ്പറിലോട്ട് നോട്ടിഫിക്കേഷൻ വരും. ഓക്കെ. എത്ര ദിവസം കൊണ്ട് ഇത് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 to 15 ഡേയ്സ് ആണ് അവർ പറയുന്നത്. പക്ഷേ ഞാൻ സബ്മിറ്റ് ചെയ്തിട്ട് എനിക്കൊരു 6-7 ഡേയ്സിനുള്ളിൽ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് നോ ഒബ്ജെക്ഷൻ ലെറ്റർ. ഓക്കെ. അന്നേരം ആദ്യം നമുക്ക് കിട്ടുന്നത് നോ ഒബ്ജെക്ഷൻ ലെറ്റർ കിട്ടും. അന്നേരം നോ ഒബ്ജെക്ഷൻ ലെറ്റർ നമുക്ക് കൊറിയറായിട്ട് വരുമോ അല്ലെങ്കിൽ അവർ അവിടെ നോട്ടിഫൈ ചെയ്യുമ്പോൾ നമ്മൾ അവിടെ പോയി മേടിച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സിൽ പോയിട്ട് നമുക്ക് ഇതിനകത്ത് ഒരു ചേംബർ ചെയ്യണം. ഓക്കെ. അന്നേരം മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സിൽ പോകാനായിട്ട് നമുക്ക് ഡയറക്റ്റ് പോകാൻ പറ്റത്തില്ല. അതിനൊരു അപ്പോയിൻമെൻറ്റ് എടുക്കണം. ഓക്കെ. അപ്പോയിൻമെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിനിറ്റ്. ഓക്കെ. ratification.mofa.government.sa എന്ന് പറയുന്ന ഈ സൈറ്റിൽ പോവുക. ഓക്കെ. ഫസ്റ്റ് നെയിം കൊടുക്കുക. ഓക്കെ. റാറ്റിഫിക്കേഷൻ ഓഫ് ഫോറിൻ ഇവിടെ നോട്ട് എ സൗദി ഇവിടെ ടിക്ക് ചെയ്യുക. ഇവിടെ ഫസ്റ്റ് നെയിം എന്തോന്ന് വെച്ചാൽ കൊടുക്കുക. സെക്കൻഡ് നെയിം കൊടുക്കുക. തേർഡ് നെയിമും ഫോർത്ത് നെയിമും ഉണ്ടെങ്കിൽ കൊടുക്കുക. ഇല്ലെങ്കിൽ നില്ലെന്ന് പറഞ്ഞു കൊടുക്കുക. നമ്മുടെ പാസ്പോർട്ട് നമ്പർ കൊടുക്കുക. മൊബൈൽ നമ്പർ കൊടുക്കുക. അന്നേരം ഇത് നഫാത്ത് ഓപ്പൺ ചെയ്യേണ്ടി വരുമായിരിക്കും. അന്നേരം അത് നഫാത്ത് എല്ലാം നമ്മൾ കറക്റ്റായിട്ട് വെക്കുക. സൗദിയിലുള്ള ആൾക്ക് അറിയാൻ പറ്റും ഇത്. ഇമെയിൽ ID കൊടുക്കുക. എന്നിട്ട് ആഡ് ന്യൂ ഡോക്യുമെൻ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് കിട്ടിയ നോ ഒബ്ജെക്ഷൻ ലെറ്റർ, ഇപ്പം ഒരു നോ ഒബ്ജെക്ഷൻ ലെറ്ററാണ് നമുക്ക് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഒരെണ്ണം ഇതിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് ആ ഫോട്ടോ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുക. 2 3 ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനുശേഷം വീണ്ടും അപ്ലോഡ് ചെയ്യുക. അതിന് ടോട്ടൽ ഡോക്യുമെൻ്റ് എത്ര എന്നുള്ളത് കൗണ്ട് കാണും. അത് കഴിഞ്ഞിട്ട് ഈ ടെക്സ്റ്റ് അടിച്ചു കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്യണം. സബ്മിറ്റ് ചെയ്യുമ്പം നമുക്ക് 30 റിയാലാണ് ഒരു ഡോക്യുമെൻറ്റിന് ഫീസ് വരുന്നത്. ഓക്കെ. അതിൽ തന്നെ ഓൺലൈനായിട്ട് നമുക്ക് അടയ്ക്കാം. ഫീസ് അന്നേരം തന്നെ അടയ്ക്കുക. ബാക്കിയെല്ലാം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഫീസ് അന്നേരം അടയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ മോഫയുടെ അകത്ത് ചെന്നിട്ട് ഒരു ടോക്കൺ എടുത്ത് ചേംബർ ചെയ്യണം. ചേംബർ ഈ നമ്മുടെ നോ ഒബ്ജെക്ഷൻ ലെറ്ററിൻ്റെ മേളിലോട്ടൊരു ചേംബർ ചെയ്ത് തരും. എന്നിട്ട് ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞ് ഞാൻ ഓൾറെഡി പറഞ്ഞു ഈ മോഫയിൽ ചെയ്യുന്നതിന് 30 റിയലാണ് ചാർജ്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി നോ ഒബ്ജെക്ഷൻ കിട്ടി. ഇപ്പം മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സിൻ്റെ ചേംബറും അതിനകത്തുണ്ട്. ഇനി ഈ ഡോക്യുമെൻ്റ് എടുത്തിട്ട് പോയി ട്രാൻസ്ലേഷൻ ചെയ്യണം. നോർമലി ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഈ മോഫയിൽ കൊണ്ടുപോകുന്നതിന് മുമ്പേ ട്രാൻസ്ലേഷൻ ചെയ്യുവാണെങ്കിൽ അത്രയും നല്ലത്. ഇല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് പോയി ട്രാൻസ്ലേറ്റ് ചെയ്യണം. ഞാൻ സത്യത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തില്ല. ചെയ്യാതെ പോയി എനിക്ക് പോലീസ് ക്ലിയറൻസ് കിട്ടി. പക്ഷേ അത് ഭാഗ്യമാണ്. ഓക്കെ. എനിവേയ്സ് നമുക്ക് ഈ കിട്ടുന്ന നോ ഒബ്ജെക്ഷൻ ലെറ്റർ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് പോകുന്നതാണ്, ഓതറൈസ്ഡ് ട്രാൻസ്ലേഷൻ ചെയ്തിട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ മോഫയിൽ പോകുമ്പോൾ ചെയ്തില്ലെങ്കിൽ ചേംബർ ചെയ്തതിന് ശേഷം ഓതറൈസ്ഡ് ട്രാൻസ്ലേഷൻ ചെയ്യുക. ചിലപ്പം പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ അവർക്ക് ചിലപ്പോൾ ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ. അന്നേരം അത് ട്രാൻസ്ലേഷൻ ചെയ്തിട്ട് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോവുക. പോലീസ് സ്റ്റേഷനിൽ പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ അപ്ഷെയറിൽ പോയിട്ട് അതിനകത്ത് പോലീസിൻ്റെ ഒരു ഓതറൈസേഷൻ ഉണ്ട്. നമ്മൾ ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്തിട്ട് ഒരു അപ്പോയിൻമെൻ്റ് എടുക്കുക. ഓക്കെ. അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവിടെ നമ്മൾ ഈ ലെറ്റർ നോ ഒബ്ജെക്ഷൻ ലെറ്റർ ചേംബർ ചെയ്ത് കൊടുത്തു കഴിയുമ്പം അവർ അവിടെ നമ്മുടെ പോലീസ് ക്ലിയറൻസ് ആർക്ക് വേണ്ടിയാണോ അപ്ലൈ ചെയ്യേണ്ടത് അവരുടെ പോലീസ് ക്ലിയറൻസ് നമുക്ക് തരും. ഓക്കെ. അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നാലാമത്തെ സ്റ്റെപ്പ് വീണ്ടും ചെന്നിട്ട് മോഫയിൽ മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സിൽ വീണ്ടും അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് ആ കിട്ടിയ പോലീസ് ക്ലിയറൻസിന് മേലിൽ ഒരു ചേംബർ ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ. അതിനും ഒരു 30 റിയാൽ വരും. പോലീസ് സ്റ്റേഷനിൽ ഒരു ചാർജസ് ഒന്നും കൊടുക്കണ്ട. ഓക്കെ. അന്നേരം ഇതാണ് ഒരു പ്രൊസീജിയേഴ്സ്. ഞാൻ സൗദിയിൽ കോബാറിലുള്ള
മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സിൻ്റെ ലൊക്കേഷനും പോലീസ് സ്റ്റേഷനിൽ ദമാമിൽ സീക്കോട് അടുത്ത് ഉള്ള പോലീസ് സ്റ്റേഷൻ എവിടെയാണ് പോകേണ്ടതെന്നുള്ള ലൊക്കേഷനും ഞാൻ ഇടാം. കാരണം ഞാൻ അവിടെയാണ് പോയത്. ബാക്കിയുള്ളത് എനിക്കറിയത്തില്ല. ബാക്കിയുള്ളത് എവിടെയാണെന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, ഇതാണ് പ്രൊസീജിയേഴ്സ്. അന്നേരം നമ്മൾ സൗദിയിലില്ലെന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പോലീസ് ക്ലിയറൻസ് കിട്ടും. നമുക്ക് ആരെങ്കിലും ഒരാളെ ഓതറൈസേഷൻ ചെയ്യണം. ആ ആൾ ഒന്ന് കറങ്ങേണ്ടി വരും. VFSC പോകേണ്ടി വരും, മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സിൽ പോകേണ്ടി വരും, പിന്നെ ട്രാൻസ്ലേഷൻ ചെയ്യാനായിട്ട് ഒരു പ്രാവശ്യം പോകണം, പിന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസ് ക്ലിയറൻസ് വാങ്ങിക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 1 മാസമാണ്. അന്നേരം നമ്മുടെ പർപ്പസ് എപ്പോഴാണോ ആ പർപ്പസ് ഇപ്പം ഒരു 1 സെപ്റ്റംബറിനാണെന്നുണ്ടെങ്കിൽ 1 സെപ്റ്റംബറിന് ആ ഡേറ്റിൻ്റെ ഇടയ്ക്ക് വരുന്ന രീതിയിൽ ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ആവശ്യം വരുന്ന സമയത്ത് എക്സ്പയർ ആയാൽ പിന്നെ വീണ്ടും ഇതേ കണക്ക് പ്രൊസീജിയറുണ്ട്. അതുകൊണ്ട് അത് മാത്രം ശ്രദ്ധിക്കുക. ഇത് വളരെ എളുപ്പമുള്ള പ്രൊസീജിയറാണ്. വേറെ വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.